Hi, hello, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. ഇന്നലെ നമ്മൾ LPUP HSA ഫിസിക്കൽ സയൻസ് പോലുള്ള എക്സാമുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നലെ നമ്മൾ ആറ്റം ആണ് ഡിസ്കസ് ചെയ്തത്. ആറ്റം മാതൃകകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആറ്റം മാതൃകകളും അതിലെ തന്നെ പ്രധാനപ്പെട്ട 2 മാതൃകകളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഇതിൽ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന പോർഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ആറ്റം മാതൃകകൾ. ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മാതൃക അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മാതൃക അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് JJ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് JJ തോംസൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റുദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക റുദർഫോർഡ്. ഈ പ്ലം പുഡിംഗ് മോഡലും സൗരയൂഥ മാതൃകയൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മാതൃക അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക JJ തോംസൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക റുദർഫോർഡ്. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെയാണ് നമ്മൾ ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് പറയുന്നത്. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളുണ്ട്. ഈ ഓർബിറ്റുകളിലാണ് അല്ലെങ്കിൽ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത. അപ്പോൾ അങ്ങനെയുള്ള ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത്, ആദ്യത്തെ വിജയകരമായ ആറ്റം മാതൃകയാണ് ബോർ മാതൃക. പ്ലം പുഡിംഗ് മാതൃക, അതുപോലെ തന്നെ ബില്യാർഡ് ബോൾ മാതൃക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും വിജയകരമായ മാതൃക ആദ്യത്തേത് ഏതാണ്? ബോർ മാതൃകയാണ്. ഓക്കെ, ബോർ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിയാണ്. ബോർ ആറ്റം മാതൃകയെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന തിയറി ക്വാണ്ടം തിയറിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളുണ്ട് എന്നുള്ളത്. ഈ ഷെല്ലുകൾക്ക് നമ്മൾ പേര് നൽകിയിരിക്കുന്നത് KLMN എന്നിങ്ങനെയാണ്. ഷെല്ലുകൾക്ക് നമ്മൾ KLMN എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ ഓരോ ഷെല്ലുകളിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്. അപ്പോൾ K ഷെല്ലിലാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെല്ല് 1 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് n-ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. 2 × 1² എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ K ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അങ്ങനെ LMN എന്നീ 4 ഷെല്ലുകളിലും നമുക്ക് 2n² വെച്ചിട്ട് അവിടെയുള്ള, അതായത് ഓരോ ഷെല്ലുകളിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർ മാതൃക. ബോർ മാതൃകയിൽ ഏറ്റവും സെൻറ്ററിലുള്ളതാണ് നമ്മുടെ ന്യൂക്ലിയസ്. അതിന് ചുറ്റുമുള്ള ഓർബിറ്റുകൾ അല്ലെങ്കിൽ ആ ചുറ്റുമുള്ള സർക്കിൾസാണ് ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരിക? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിൻ്റെ എണ്ണം = ദി അറ്റോമിക് നമ്പർ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? ആദ്യത്തെ ഷെല്ല് K ഷെല്ലാണ്. K ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാക്സിമം അല്ലേ. അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അപ്പോൾ 10. അടുത്ത ഷെല്ലിൽ 3 ഇലക്ട്രോൺ, അപ്പോൾ 13. അപ്പോൾ 13 ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. 13 അറ്റോമിക് നമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതിൻ്റെ ആറ്റം മാതൃകയായിരിക്കും? അലുമിനിയത്തിൻ്റെ ബോർ മാതൃകയാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ ബോർ മാതൃക. അപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് നമ്മൾ ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ വിജയകരമായ ആറ്റം മാതൃകയാണ് ബോർ മാതൃക അല്ലേ. ഇനി ബോർ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിയാണ്, അത് മറക്കരുത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് KLMN എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n². അവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ടേബിളിൽ നോക്കൂ, ആദ്യത്തെ ഷെല്ലിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, ഷെല്ലിൻ്റെ സംഖ്യ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ n വരുന്നത്, ഷെല്ലിൻ്റെ സംഖ്യ, നമ്പർ ഓഫ് ഷെൽസ് അല്ലേ, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ ആദ്യത്തേൽ എങ്ങനെയാണ്? K ഷെല്ലിൽ ഷെല്ലിൻ്റെ സംഖ്യ എത്രയാണ്? 1 ആണ്. അപ്പോൾ n-ൻ്റെ അവിടെ നമുക്ക് 1 കൊടുക്കാം. 2 × 1² 2 ആണ് വരുന്നത്. അടുത്ത L-ൻ്റെ അവിടെ 2 ആണ് ഷെല്ലിൻ്റെ സംഖ്യ വരുന്നത്. KLMN 1 2 3 4 അങ്ങനെ നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ n-ൻ്റെ അവിടെ n എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 കിട്ടി. അപ്പോൾ L ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. M ഷെല്ലിൽ അപ്പോൾ എത്രയാണ് വരുന്നത്? ഷെല്ലിൻ്റെ സംഖ്യ 3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 × 3² എത്രയാണ് വരിക? 3²
9 വരും. 2 × 9 18 വരും. അപ്പോൾ 18 ആണ് M ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. അടുത്തത് N ആണ്. N ഷെല്ലിൻ്റെ സംഖ്യ എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പോൾ 2 × 4 സ്ക്വയർ. അപ്പോൾ എത്രയാണ് വരിക? 32. 2, 8, 18, 32. അങ്ങനെയാണ് പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഷെൽ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി നീൽസ് ബോർ ആണ് കേട്ടോ. ഷെൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത് നീൽസ് ബോർ ആണ്. അതായത് ബോറിൻ്റെ ആറ്റം മാതൃകയിലാണ് നമ്മൾ ഷെല്ലുകളെയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഷെൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത് നീൽസ് ബോർ ആണ്. ഓരോ ഷെല്ലിനും കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളാണ് സബ് ഷെല്ലുകൾ. അപ്പോൾ ഈ ഷെല്ലിൽ കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളെയാണ് നമ്മൾ സബ് ഷെല്ലുകൾ എന്ന് പറയുക. സബ് ഷെല്ലുകൾക്ക് നമ്മൾ പേര് നൽകിയിരിക്കുന്നത് SPDF എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. 4 ഷെല്ലുകളാണുള്ളത്. KLMN. ഈ 4 ഷെല്ലുകൾക്കും 4 സബ് ഷെല്ലുകളാണുള്ളത്. അവയാണ് SPDF എന്നിങ്ങനെ പേര് നൽകിയിരിക്കുന്നത്. വെൽ S ഷാർപ്പ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റലാണ്. ഇത് താഴെ നമ്മൾ നേരത്തെ ഷെൽ നമ്പർ വെച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. K ഷെല്ലിൽ മാക്സിമം 2, L 8, M 18, N 32. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആറ്റം മാതൃകകളാണ്. അപ്പോൾ ആദ്യത്തേത് റുദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയാണ്. റുദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും റുദർഫോർഡ് തൻ്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്, അതാണ് നമ്മുടെ ന്യൂക്ലിയസ്. അപ്പോൾ ആറ്റത്തിൻ്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിലാണെന്നുള്ളതും റുദർഫോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആറ്റത്തിന് ഏറെക്കുറെ സ്വീകാര്യമായ മാതൃക നിർദ്ദേശിച്ചതും റുദർഫോർഡ് തന്നെയാണ്. ഈ മാതൃക സൗരയൂഥ മാതൃക എന്ന് അറിയപ്പെട്ടു. സൗരയൂഥ മാതൃക എന്നാണ് റുദർഫോർഡിൻ്റെ മാതൃക അറിയപ്പെട്ടത്. അതായത് ആറ്റത്തിലെ ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സൗരയൂഥത്തിലെ പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. നോക്കൂ, സൗരയൂഥത്തിൽ സൂര്യനാണ് ചുറ്റും, സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് ഉണ്ട്. പ്ലാനറ്റ്സ് ആർ റിവോൾവിങ് അറൗണ്ട് ദി സൺ. സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ആറ്റത്തിനെയും പറഞ്ഞത്. എന്താണ്? സൗരയൂഥത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറ്റത്തിനും ഒരു കേന്ദ്രഭാഗമുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. ദെൻ സൗരയൂഥത്തിൻ്റെ കേന്ദ്രഭാഗത്ത് എന്താണ്? സൂര്യനാണെന്നുണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തുള്ളത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ദെൻ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെയാണ് സൂര്യനെ ചുറ്റുന്നത്. എവിടെ? സൗരയൂഥത്തിൽ. പക്ഷേ ആറ്റത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണുകളാണ് ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ച സൗരയൂഥ മാതൃക. അതായത് ആറ്റത്തിലെ ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സൗരയൂഥത്തിലെ പോലെയാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചത്. പക്ഷേ പൊതുവേ റുദർഫോർഡിൻ്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നു എങ്കിൽ കൂടി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോൾ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജ്ജം, എനർജി നഷ്ടമാവുകയും അത് തിരിച്ച് എങ്ങോട്ട് തന്നെ എത്തേണ്ടതാണ്? തിരിച്ചു വന്നിട്ട് ന്യൂക്ലിയസിലേക്ക് തന്നെ എത്തേണ്ടതാണ്. പക്ഷേ ഇത് റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിൽ സംഭവിക്കുന്നില്ല. അതിന് ഒരു വ്യക്തമായ വ്യാഖ്യാനം നൽകാനും ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡിന് കഴിഞ്ഞില്ല. ആ ചിത്രത്തിൽ നോക്കിയാൽ കാണും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഊർജ്ജം കുറയുന്നതിനനുസരിച്ചിട്ട് ആ ഇലക്ട്രോൺ കറങ്ങി ന്യൂക്ലിയസിൽ എത്തണം. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അതായിരുന്നു റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡലിൻ്റെ, അതായത് സൗരയൂഥ മാതൃകയുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ നീൽസ് ബോറിൻ്റെ ബോർ ആറ്റം മാതൃക, ബോസ് മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം പുതിയൊരു മാതൃക നിർദ്ദേശിച്ച വ്യക്തിയാണ് നമ്മുടെ നീൽസ് ബോർ. ഓക്കെ, ഈ മാതൃക ബോർ മാതൃക എന്നാണ് അറിയപ്പെട്ടത്. ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായി വിശദീകരിക്കാൻ ബോർ മാതൃക ഉപയോഗപ്പെടുത്തുന്നു. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാതയെ വിളിക്കുന്ന പേര് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നാണ്. ഇനി ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. അതാണ് നമ്മൾ പറഞ്ഞ KLMN എന്ന് പറഞ്ഞ ഷെല്ലുകൾ. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ്ജനിലകൾ എന്നും പറയുന്നു, എനർജി ലെവൽസ്. അപ്പോൾ ഷെല്ലുകളെ നമുക്ക് എന്തെന്നും പറയാം? ഊർജ്ജനിലകൾ എന്നും പറയാം. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ഇല്ല. ഓക്കെ, ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ
കുറയുകയോ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഊർജ്ജം കുറയുമ്പോൾ അതിങ്ങനെ കറങ്ങി കറങ്ങി നടുവിലേക്ക് എത്തണം, സെൻറ്ററിലേക്ക് ന്യൂക്ലിയസിലേക്ക് എത്തണം എന്നാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ മോഡൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരികയാണ് ചെയ്യുന്നത്. KLMN എന്ന് പറഞ്ഞ ഷെല്ലുകൾ ഇങ്ങനെ കൂടും തോറും ഷെല്ലുകളിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം, അതായത് എനർജി കൂടി വരുന്നു. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്ന് നമ്പർ നൽകിയോ അല്ലെങ്കിൽ KLMNO എന്നിങ്ങനെ പേരുകൾ നൽകിയോ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബോർ മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആറ്റം മാതൃകകളെക്കുറിച്ചാണ് പറഞ്ഞത്. ആറ്റത്തിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി ഇപ്പോൾ HSA LPUP പോലുള്ള എക്സാമുകൾക്കൊക്കെ സിലബസ് ബേസിക് ക്ലാസ്സുകൾ നമ്മളിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.